عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. طوبى لمن بنى قبة المدينة قد أقام صل يا ربنا وسلاما ربي آتِ المنى آتِ سيدنا ومقاما من لدنك له وتماما صل يا ربنا سلمنا على طه ياسين മുത്ത് മാണിക്യമാണ് വഹമീം. വന്ദ്യരായ ആശിഖുർ റസൂൽ കുണ്ടൂർ ഉസ്താദ് അവറുകൾ പരിശുദ്ധ മദീനയിലേക്കുള്ള യാത്രയിൽ പച്ചക്കുബ്ബ ദൃശ്യമായ സമയത്ത് പാടിയ വരികളാണിത്. അള്ളാഹു അവിടുത്തെ ദറജ കയറ്റി കൊടുക്കുമാറാകട്ടെ. നമ്മുടെ അതിമനോഹരമായ മസ്ജിദിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞു, പ്രാരംഭ പ്രസംഗങ്ങളും മറ്റുമെല്ലാം കഴിഞ്ഞു. ഈ വേദി ഇനി ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹത്വരമേറിയ മദ്ഹുകൾക്ക് സാക്ഷിയാകാൻ പോവുകയാണ്. അതിനു മുമ്പ് ഒരൽപ്പം സ്നേഹലോകത്തുകൂടി സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒന്നാണ് പള്ളി എന്ന് പറയുന്നത്. ഏതൊരു നാട്ടിലെയും ഇസ്ലാമിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെ കേന്ദ്രങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവിടെ ഒരു പള്ളിയും പ്രാചീനമായി നടന്നുകൊണ്ടിരിക്കുന്ന പള്ളി ദർസുമെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. 1400 വർഷങ്ങൾക്കപ്പുറത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ മക്കയിൽ നിന്ന് 450ഓളം കിലോമീറ്ററുകൾ അകലെയുള്ള മദീനയിലേക്ക് പാലായനം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെയും ത്വലഅൽ ബദ്റുവിൻ്റെ ഈരടികൾ ചൊന്ന് സിനിയത്തുൽ വദാഇൽ മദീനക്കാർ സ്വീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മക്കയിൽ നിന്ന് മദീനയിലേക്കുള്ള യാത്രയിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സിനിയത്തുൽ വദാഇൽ നിന്നും ഉസ്ബ എന്ന് പറയുന്ന ഗ്രാമത്തിൽ വന്നു. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന മുനവ്വറയിൽ എത്തിയിട്ടുണ്ട് എന്നറിഞ്ഞപ്പോഴേക്ക് മദീനയുടെ 4 ദിക്കിൽ നിന്നും ആളുകൾ ഓടിക്കൂടുന്നുണ്ടായിരുന്നു മക്കയിൽ നിന്ന് കടന്നു വന്ന പ്രവാചകനെ കാണാൻ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഇസ്ലാമിൻ്റെ പ്രബോധനം പഠിച്ച് മദീന മുനവ്വറയിലേക്ക് വന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ സ്വീകരിക്കാൻ വേണ്ടി ഈ പാരാവാരം കണക്ക് വരുന്ന അൻസ്വാറുകളെ തയ്യാർ ചെയ്ത മഹാനായ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ലോകം കണ്ട ഏറ്റവും വലിയ ദാഇയായിരുന്നു. ആ മുസ്അബ് തങ്ങളിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പരിചയപ്പെട്ട മദീനക്കാരാകുന്ന അൻസ്വാറുകൾ ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലെത്തിയിട്ടുണ്ട് എന്നറിയുന്ന സമയം മദീനയുടെ പ്രാന്തപ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഉസ്ബ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ വന്നു. ആ യാത്ര തുടർന്ന് ഇന്ന് മസ്ജിദുൽ ഖുബാ സ്ഥിതി ചെയ്യുന്ന മഹാനായ അബൂ അയ്യൂബുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റെ വീടിൻ്റെ ഉമ്മറത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം കാലുകുത്തി. ആ ഹബീബായ തങ്ങൾ അവിടുത്തെ ഒട്ടകം കാലുകുത്തിയ സ്ഥലത്ത് ആദ്യമായി നിർമ്മിക്കപ്പെട്ട മദീനയിലെ പള്ളിയാണ് ലമസ്ജിദുൻ ഉസ്സിസ അല തഖ്വ, തഖ്വയിൽ അധിഷ്ഠിതമായി നിർമ്മാണം ചെയ്യപ്പെട്ട പള്ളി എന്ന് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞ പരിശുദ്ധമായ മസ്ജിദുൽ ഖുബാ. ഇന്ന് മദീനയിൽ ചെന്നാൽ ആ പള്ളിയിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ ഒരു ഉംറയുടെ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഇബ്നു മാജാ തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാൻ സാധിക്കും. പ്രിയമുള്ളവരെ, ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒട്ടകം മദീനയിൽ ആദ്യമായി കാലുകുത്തിയ സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ടതൊരു പള്ളിയായിരുന്നു. അവിടുന്ന് ഇന്ന് ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അനുരാഗ കേന്ദ്രമായി മാറിയ
മദീന മലർവാടിയിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ പൂമേനി ചുംബനം വെച്ചുറങ്ങുന്ന പരിശുദ്ധമായ മസ്ജിദുൻ നബവി. ആ മസ്ജിദുൻ നബവിയാണ് ലോക ആശിഖീങ്ങളുടെ മുഴുവൻ ഹൃദയത്തിന്റെ ഖിബല എന്ന് പറയുന്നത്, ഇബാദത്തിന്റെ ഖിബല എന്ന് പറയുന്നത് പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയാണെങ്കിൽ ഒരു വിശ്വാസിയുടെ പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ ഖിബലയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന മദീന മലർവാടി എന്ന് പറയുന്നത്. ആ മദീനയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ആദ്യമായി സംവിധാനിച്ച പള്ളിയാണ് മസ്ജിദുൻ നബവി എന്ന് പറയുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പള്ളി എന്ന് പറയുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മുടെ പള്ളി കൂടുതൽ ആളുകൾക്ക് നിസ്കരിക്കാനും കൂടുതൽ ആളുകൾക്ക് ഇബാദത്തിനും ഇൽമിനും വേണ്ടി ഒരുമിച്ച് കൂടാൻ വേണ്ടി സമർപ്പിക്കപ്പെടുന്ന സമയം ഒരു വിശ്വാസിയായ നമ്മൾ അറിയേണ്ടത് ഈ പള്ളി ഇന്ന് സമൂഹത്തിന് സമർപ്പിതമാവുകയാണ്. ഈ പള്ളിയിൽ നടക്കുന്ന ഇൽമിന്റെ സദസ്സുകൾ, ഈ പള്ളിയിൽ നടക്കുന്ന ആത്മീയ മജ്ലിസുകൾ, അതെല്ലാം നമുക്കൊരുമിച്ച് കൂടാനുള്ളതാണ്. വിശ്വാസികളുടെ ഹൃദയത്തിന്റെ കേന്ദ്രമായി മാറേണ്ട സ്ഥലമാണ് പള്ളി എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആ മസ്ജിദുൻ നബവിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുമുമ്പിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ആശയാദർശങ്ങൾ പഠിക്കാൻ വേണ്ടി ഒരുമിച്ച് കൂടിയ അഹ്ലുസ് സുഫത്ത് എന്ന് പറയുന്ന സ്വഹാബ, ആ അഹ്ലുസ് സുഫത്തിലൂടെ കൈമാറപ്പെട്ട പരിശുദ്ധ ഇസ്ലാം ഇന്ന് 1400 വർഷം നമ്മിൽ നിന്ന് പിന്നിട്ട് കഴിയുമ്പോൾ ആ ഇസ്ലാം സ്വഹാബത്തിൽ നിന്ന് താബീകളിലേക്ക്, താബീകളിൽ നിന്ന് തബഉ താബീകളിലേക്ക്, അവരിൽ നിന്ന് മദ്ഹബിന്റെ ഇമാമിയങ്ങളിലേക്ക് അങ്ങനെ കടന്നു വന്ന് പണ്ഡിത തലമുറയിലൂടെ കൈമാറി 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 നമ്മിലേക്ക് എത്തിപ്പെട്ട കളങ്കമേൽക്കാത്ത ഇസ്ലാം, ആ ഇസ്ലാമിനെ പൂർവോപരി കളങ്കമേൽക്കാതെ കടന്നു വരുന്ന ഒരു സമൂഹത്തിന്റെ കയ്യിലേക്ക് കൈമാറുക എന്നുള്ള ഉത്തമമായ ഒരു ദൗത്യം നമ്മുടെ കൈകളിലേക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അറിയുമോ നിങ്ങൾക്ക്, ഹിജ്റയുടെ 10-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ മക്കയിൽ വന്ന് ഹജ്ജ് നിർവഹിച്ച ഹജ്ജത്തുൽ വദാഇന്റെ ദിവസം അറഫ മൈതാനിയിൽ തടിച്ചുകൂടിയ പരലക്ഷക്കണക്കം വരുന്ന സ്വഹാബത്തിന്റെ മുമ്പിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയ ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രഭാഷണത്തെക്കുറിച്ച് സ്വഹാബ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? എല്ലാ സ്വഹാബത്തിനും വലിയ ആത്മീയമായ ഉപദേശമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അറഫ പ്രഭാഷണം. ഇന്ന് പല പള്ളികളിലും അത് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാൻ സാധിക്കും. ഈ ഒരു അറഫ പ്രഭാഷണത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിലേക്ക് പകർന്നു കൊടുത്തു. സ്വഹാബ, ഇന്ന് വിശുദ്ധമായ ഇസ്ലാം ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. പരിശുദ്ധമായ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടു, ഇസ്ലാമിനെ നിങ്ങൾക്ക് മതമായി ഞാൻ തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് പരിശുദ്ധമായ ഖുർആൻ അവതരിക്കുന്ന സമയം ഈ ഒരു സന്തോഷ പ്രഖ്യാപനം തന്റെ സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് കൈമാറിയ നേരം, സ്വഹാബത്ത് സന്തോഷത്തോടെ തുള്ളിച്ചാടുന്ന നേരം, ആ സദസ്സിൽ മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ കാണുന്നില്ല. സ്വഹാബത്ത് ഓടിച്ചെന്നുകൊണ്ട് തിരയുകയാണ്, എവിടെയാണ് സിദ്ദീഖുൽ അക്ബർ ഉള്ളത്? അറഫ മലയുടെ മറ്റൊരു ചെരുവിൽ ആരും കാണാതെ തേങ്ങി തേങ്ങി കരയുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അനുചരവൃന്ദമായ സ്വഹാബത്ത് ചോദിക്കുന്നുണ്ട്, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, എന്തിനാണ് നിങ്ങൾ കരയുന്നത്? സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി എന്താണ്? ഹാദിഹിൽ ആയത്തു ഇശാറത്തുൻ ഇലാ വഫാത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഇറക്കപ്പെട്ട പരിശുദ്ധമായ ഖുർആനിന്റെ വചനം എന്ന് പറയുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്. ഈ പ്രഖ്യാപനം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ നടത്തുന്ന നേരം സ്വഹാബ ഓടിച്ചെല്ലുകയാണ് ഇലാ ജനാബി റസൂലില്ലാഹ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുമ്പിലേക്ക് ചെന്നുകൊണ്ട് സ്വഹാബ പറയുകയാണ്, യാ റസൂലല്ലാഹ്, സിദ്ദീഖുൽ അക്ബറിനെ ഈ സന്തോഷത്തിന്റെ സായാഹ്നത്തിൽ കാണാതിരിക്കുന്ന നേരം ഞങ്ങൾ ചെന്ന് ചോദിച്ചു, എന്താണ് നിങ്ങൾ ഈ സന്തോഷത്തിന്റെ സദസ്സിലേക്ക് വരാത്തതെന്ന്. ആ സമയത്ത് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, ഈ ഇറങ്ങിയ പരിശുദ്ധമായ ഖുർആനിന്റെ വചനം
തങ്ങളുടെ വഫാത്തിലേക്കുള്ള സൂചനയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇതങ്ങ് പറയുന്ന നേരം ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അനുചര വൃന്ദമായ സ്വഹാബത്തിനോട് പറയുന്ന മറുപടി, സ്വഹാബത്തെ, സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത് സത്യമാണ്. ഈ ആയത്തിറങ്ങിയതിന്റെ ശേഷം ദിവസങ്ങൾ മാത്രമാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ പ്രപഞ്ചത്തിൽ ജീവിച്ചത്. മുഅ്മിനീങ്ങളെ, ഞാൻ എന്തിനാണിത് പറഞ്ഞത്? ഈ ഹജ്ജത്തുൽ വദാഇന്റെ പ്രഭാഷണത്തിന്റെ അവസാന സമയം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുണ്ട്. സ്വഹാബത്തെ, സുന്ദരമായ ഇസ്ലാമിനെ നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നില്ലയോ? സ്വഹാബത്ത് പറയുന്നു, നഅം യാ റസൂലല്ലാഹ്, ഇസ്ലാം ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട്. നിങ്ങൾക്കിടയിലുള്ള പ്രയാസങ്ങൾക്ക്, വിഷമങ്ങൾക്ക് ഞാൻ പരിഹാരം നൽകിയില്ലയോ? സ്വഹാബത്ത് പറയുന്നു, നഅം യാ റസൂലല്ലാഹ്. ഹബീബായ തങ്ങൾ ചോദിക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കും സ്വഹാബത്തിന്റെ മറുപടി ഒന്നു മാത്രമാണ്, നബിയേ, തങ്ങളെല്ലാം ഞങ്ങൾക്ക് പൂർത്തിയാക്കി തന്നിട്ടുണ്ട് എന്ന്. ആ സമയം ഹബീബായ തങ്ങൾ പറയുന്ന വാക്കെന്താണ്? സ്വഹാബത്തെ, ഫല്യുബല്ലി ഷാഹിദുൽ ഗായിബാ. എത്താത്ത ജനങ്ങളുണ്ട്. ഈ മഹിതമേറിയ ഇസ്ലാമിന്റെ ആദർശത്തെ ഉപയോഗിക്കാൻ അറിയാത്തവരുണ്ട്. അവരിലേക്ക് സുന്ദരമായ ഇസ്ലാമിന്റെ പ്രബോധനത്തിന് നിങ്ങൾ എത്തിച്ചു കൊടുക്കണമെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ ഒരു പ്രഖ്യാപനം അന്വർത്ഥമാക്കിയിട്ടാണ് ലോകത്തിന്റെ നാനാ തുറകളിലേക്കും ഇസ്ലാമിന്റെ പ്രബോധനവുമായി സ്വഹാബ നീങ്ങിയത്. അതല്ലേ പരിശുദ്ധമായ ഖുർആൻ നമ്മോട് ഓർമ്മപ്പെടുത്തിയത്? കുൻതും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങളെ ഉത്തമമായ സമുദായമാക്കിയത് എന്തിനു വേണ്ടിയാണ്? ജനങ്ങൾക്ക് നിങ്ങൾ നന്മ കൽപ്പിക്കാൻ വേണ്ടിയാണ്, തിന്മ വിരോധിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ ഉത്തമമായ സമുദായമായി ഈ ഭൂമിയിലേക്ക് അയച്ചത് എന്ന് പരിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന നേരം ഈ ഒരു പ്രഖ്യാപനം ഏറ്റെടുത്ത് സ്വഹാബ ലോകത്തിന്റെ നാനാ തുറകളിലേക്കും ഇസ്ലാമിന്റെ പ്രബോധനവുമായി നീങ്ങുകയാണ്. ഏതുവരെ പോയി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അറേബ്യ മുഴുവൻ ഇസ്ലാമാക്കി. അവിടെ നിന്ന് യൂറോപ്യൻ വൻകരയിലേക്ക് കടന്ന് യൂറോപ്പിന്റെ പല രാജ്യങ്ങളും മുസ്ലിമീങ്ങളുടെ അധീനതയിൽ കൊണ്ടുവന്നതിന് ശേഷം അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് തന്റെ കുതിരയുടെ കുളമ്പ് മുട്ടുവരെ ഇറക്കി വെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തിക്കൊണ്ട് മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്, ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വദാഇൽ വെച്ച് ഞങ്ങളോട് നടത്തിയ പ്രഖ്യാപനം പൂർവോപരി ഞങ്ങൾ ഏറ്റെടുത്ത് കര തീരുന്നത് വരെ ഇസ്ലാമിന്റെ പ്രബോധനം നടത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്ന സമുദ്രമാണ്. കര തീരുന്നത് വരെ ഇസ്ലാമിന്റെ ദൗത്യവുമായി ഞങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു തങ്ങൾ ഇസ്ലാമിന്റെ പതാക ഏന്തിയിട്ട് അല്ലാഹുവിലേക്ക് സാക്ഷ്യപ്പെടുത്തുമ്പോൾ, പ്രിയമുള്ള സത്യവിശ്വാസികളെ, പരിശുദ്ധ ഇസ്ലാമിന്റെ മഹിതമായ ആദർശത്തെ കളങ്കമേൽക്കാതെ നമ്മിലേക്ക് കൈമാറപ്പെട്ടു. ഇന്ന് ആ ഇസ്ലാമിന്റെ സുന്ദരമായ ആശയത്തെ കൊണ്ട് നടക്കുന്നവരാണ് നമ്മൾ. ഒരു വിശ്വാസിയുടെ ജീവിതം എപ്പോഴാണ് നന്മയിലേക്ക് ചിട്ടപ്പെടുന്നത്? ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു വിശ്വാസിക്ക് എപ്പോഴാണ് ഈമാനിന്റെ മാധുര്യം ലഭിക്കുന്നത്? അയ്യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ. അവന്റെ ജീവിതത്തിലെ എല്ലാത്തിനേക്കാളും അപ്പുറം അള്ളാഹുവിനോടും അവന്റെ ഹബീബിനോടും ഒരു വിശ്വാസിയുടെ കൽബിൽ എപ്പോഴാണ് ഇഷ്ടമുണ്ടാകുന്നത്, പ്രണയമുണ്ടാകുന്നത്? അപ്പോഴാണ് ഒരു മുഅ്മിനിന്റെ ഈമാൻ പൂർണ്ണമാകുന്നതെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സത്യവിശ്വാസിയുടെ ജീവിതത്തിലെ നടപ്പിലും ഇരിപ്പിലും ചലനത്തിലും പെരുമാറ്റത്തിലുമെല്ലാം എങ്ങനെയാണ് നമ്മൾ ജീവിതം ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് തൻ്റെ 23 വർഷക്കാലത്തെ പ്രബോധന ജീവിതത്തിലൂടെ സമൂഹത്തിൻ്റെ മുമ്പിൽ സ്വകാര്യ ജീവിതത്തിലെ പ്രവർത്തനങ്ങൾ പോലും വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതം എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഈ പ്രപഞ്ചത്തിലുള്ളതാരാണ്? റഹ്മത്തുൽ ലിൽ ആലമീൻ
മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബ നടപ്പിലും ഇരിപ്പിലും തങ്ങളോട് ചേർന്ന് നിന്ന് അവിടുത്തെ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളും ഒപ്പിയെടുക്കുകയാണ്. ആ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത്. അതല്ലേ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിന്റെ മാതാപിതാക്കളെക്കാൾ ഭാര്യ സന്താനങ്ങളെക്കാൾ ഈ പ്രപഞ്ചത്തിൽ അല്ലാഹു പടച്ച സർവ്വ സൃഷ്ടിചരാചരങ്ങളെക്കാളും ഒരു മനുഷ്യൻ എപ്പോഴാണ് എന്നെ പ്രണയിക്കുന്നത്, അപ്പോഴാണ് ഒരു മനുഷ്യന്റെ ഈമാൻ പൂർണ്ണമാകുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മുസ്ലിമുൻ നൈസാബൂരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്. എല്ലാത്തിലും മേലെയുള്ള ഒരു പ്രണയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോഴാണ് ഒരു വിശ്വാസിയുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാനായ സിദ്ദീഖുൽ അക്ബർ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി അല്പസമയം ഇങ്ങനെ സംവദിക്കുകയാണ്. ആ സംവദിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ്, എന്റെ സ്വശരീരം കഴിഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അങ്ങയെയാണ് നബിയേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുന്ന നേരം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? ലാ യാ ഉമർ, ഉമറേ, നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായിട്ടില്ല. ആ സമയം ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, ഈ പ്രപഞ്ചത്തിലുള്ള സർവ്വചരാചരങ്ങളെക്കാളും ഏറ്റവും മേലെയായ ഒരു പ്രണയം ഉമറിന്റെ കൽബിലുണ്ടെങ്കിൽ അതങ്ങോടാണ് എന്ന് പറയുന്ന നേരം ഹബീബായ തങ്ങൾ പറയുകയാണ്, ഉമറേ, അൽ ആൻ, ഇപ്പോഴാണ് നിങ്ങളുടെ ഈമാൻ പൂർണ്ണമായതെന്ന്. മുഅ്മിനീങ്ങളെ, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ശറഹ് മുസ്ലിമിൽ എഴുതുന്നത് കാണാം. സ്നേഹമെന്ന് പറയുന്നത് 3 രൂപത്തിലാണ്. 3 രൂപത്തിലുള്ള സ്നേഹത്തെ പരിചയപ്പെടുത്തുന്നു. ഒന്നാമത്തെ സ്നേഹം എന്താണ്? മഹബ്ബത്തു ഇജ്ലാലിൻ വ ഇഅ്ലാമിൻ, ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്നേഹമാണ്. കമഹബ്ബത്തിൽ വാലിദി, മാതാപിതാക്കളോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം അത് ആദരവിൻ്റെയും ബഹുമാനത്തിൻ്റെയും സ്നേഹമാണ്. രണ്ടാമതായി അവിടുന്ന് പരിചയപ്പെടുത്തുന്നത് മഹബ്ബത്തു ഷഫഖത്തിൻ വറഹ്മ, കാരുണ്യത്തിൻ്റെയും കൃപയുടെയും സ്നേഹമാണ്. കമഹബ്ബത്തിൽ ഔലാദി, കുട്ടികളോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം അത് കാരുണ്യത്തിൻ്റെ സ്നേഹമാണ്, കൃപയുടെ സ്നേഹമാണ്. മൂന്നാമതായി മഹാനവറുകൾ പരിചയപ്പെടുത്തുന്നത് മഹബ്ബത്തു ഇജ്ലാലിൻ മഹബ്ബത്തു ഇസ്തിഖ്ദാമിൻ വസ്തിഹ്സാനിൻ, പരസ്പരം സ്നേഹിക്കുക, സഹകരിക്കുക, വിഷമങ്ങളിലും പ്രയാസങ്ങളിലും പങ്കുചേരുക എന്ന സ്നേഹമാണ്. കമഹബ്ബത്തി സായിരിന്നാസ്, എല്ലാ ജനങ്ങളോടും നമുക്കുണ്ടാകേണ്ട സ്നേഹം. അയൽവാസിയുടെ വീട്ടിൽ ഒരു കല്യാണം നടന്നാൽ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരും. അയൽവാസിയുടെ വീട്ടിൽ ഒരു മരണം നടന്നാൽ ആ ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരും. ഇതാണ് പരകോടി ജനങ്ങളോട് നമുക്കുണ്ടാകേണ്ട സ്നേഹം. ഇത് 3ഉം വിശദീകരിച്ചുകൊണ്ട് മഹാനവറുകൾ പറയുകയാണ്, ഇതിനെല്ലാത്തിനേക്കാളും മേലെയായ ഒരു പ്രണയം നിന്റെ ജീവിതത്തിൽ എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോഴാണ് നീ യഥാർത്ഥമായ വിശ്വാസിയാകുന്നത് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, അപ്പോൾ അത്രമേൽ വലിയ ഒരു പ്രണയമാണ് ഒരു വിശ്വാസിയുടെ കൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉണ്ടാകേണ്ടത്. മുഅ്മിനീങ്ങളെ, നിങ്ങൾക്കറിയുമോ, ഇമാം തുർമുദി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന മസ്ജിദുൻ നബവിയിൽ തങ്ങളുടെ ഹളറത്തിൽ വന്നുകൊണ്ടൊരു സ്വഹാബി ചോദിക്കുകയാണ്, മതസ്സഅതു യാ റസൂലല്ലാഹ്, എപ്പോഴാ നബിയെ ഖിയാമത്ത് നാൾ ഉണ്ടാവുക? ഹബീബായ തങ്ങൾ ചോദിക്കുക,
ചോദിക്കുകയാണ് ഖിയാമത്ത് നാളിനെ ആവശ്യപ്പെടാൻ, ആ ഒരു ഭയാനകമായ ദിവസത്തിന് വേണ്ടി എന്താണ് നിങ്ങൾ കരുതി വെച്ചിട്ടുള്ളത് എന്ന്. ആ സ്വഹാബി പറയുന്നു, യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ കയ്യിൽ നിസ്കാരങ്ങളില്ല, എൻ്റെ കയ്യിൽ നോമ്പുകളില്ല, എൻ്റെ കയ്യിൽ മറ്റ് സൽക്കർമ്മങ്ങളില്ല. പക്ഷേ എൻ്റെ കയ്യിൽ ഒരു അമലുണ്ട്. ആ അമലെന്ന് പറയുന്നത് അർജാ അമലാണ്. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാന്യമായ അമൽ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ സ്വഹാബി പറയുകയാണ്, ഉഹിബ്ബുല്ലാഹ വ റസൂലാ വ ഉഹിബ്ബു അബൂബക്കറിൻ വ ഉമറ. നബിയേ, ഞാൻ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, സിദ്ദീഖുൽ അക്ബറിനെയും ഉമറുൽ ഫാറൂഖിനെയും ഞാൻ സ്നേഹിക്കുന്നുണ്ട്. ഇത് സ്വഹാബത്തിന്റെ മുമ്പിൽ വെച്ച് ആ സ്വഹാബി പറയുന്ന നേരം ഹബീബായ തങ്ങൾ പറയുന്ന മറുപടി എന്താണ്? അൽ മർഉ മഅ മൻ അഹബ്ബാ. നിങ്ങൾ ആരെയാണോ സ്നേഹിച്ചത് അവരോട് കൂടെയാണ് നാളെ നിങ്ങളുടെ ജീവിതം ഉണ്ടാവുക എന്ന് ഹബീബായ തങ്ങൾ മറുപടി പറയുന്ന നേരം സയ്യിദുനാ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു 10 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മറത്ത് സേവനം ചെയ്യാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയല്ലേ അനസ് ഇബ്നു മാലിക് തങ്ങൾ പറയുകയാണ്, ഞങ്ങളുടെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷമുള്ള ഒരു ദിവസമുണ്ടായിട്ടില്ല. ഞാൻ ഇസ്ലാമിലേക്ക് കടന്നു വന്നത് മുതൽ സ്വഹാബത്തിന്റെ ജീവിതത്തിൽ ഇത്രയേറെ സന്തോഷമുള്ള ഒരു ദിവസമുണ്ടായിട്ടില്ല. അൽ മർഉ മഅ മൻ അഹബ്ബാ എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞ ദിവസമാണ് ജീവിതത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായത്. കാരണം നടപ്പിലും ഇരിപ്പിലും ചലനത്തിലും പെരുമാറ്റത്തിലുമെല്ലാം ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് ജീവിക്കുന്നത് എന്ന് സ്വഹാബത്തിന് മനസ്സിലായത് കൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസവിധത്തിൽ വെച്ച് സ്വഹാബത്ത് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, നബിയേ, ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദിവസം സന്തോഷമുണ്ടായ ദിവസം അന്നാണ് എന്ന് ഹബീബായ തങ്ങൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സവിധത്തിൽ പറയുന്നത്. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും ചൊല്ലിക്കേ, ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദു റസൂലുള്ളാഹ് അഹ്മദുല്ലാഹൽ വലി സ്വല്ലാ അലാ ഖൈരിൻ നബി ബിസ്മി ഖൈരിൽ മുൻജലിയ സയ്യിദി ഖൈറൻ നബിയ സയ്യിദി ഖൈറൻ നബി ലാ ഇലാഹ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. മുബാറക്കാകുന്ന മുത്തുനബിയുടെ ഇഷ്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സദസ്സാണിത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അൽ മർഉ മഅ മൻ അഹബ്ബ എന്ന് സ്വഹാബത്തിനോട് പറഞ്ഞ നേരം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബ പറയുകയാണ്. പ്രിയമുള്ളവരെ, ഞാനിത് പറഞ്ഞത് എന്തിനാണ്? ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എത്രമേൽ അനുരാഗമുണ്ടാകണം, എത്രമേൽ ഇഷ്ടമുണ്ടാകണം, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. കള്ളിൻ്റെയും പെണ്ണിൻ്റെയും വ്യഭിചാരത്തിൻ്റെയും പേക്കൂത്തിൻ്റെയും ഒരു ലോകത്തേക്കായിരുന്നു ടാർക്കേജ് യുഗമെന്ന് വിശേഷിക്കപ്പെട്ട 6-ാം നൂറ്റാണ്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രബോധനവുമായി കടന്നു വരുന്ന നേരം അതാ ജീവിതം എന്തെന്നറിയാതെ ആർമാദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ തൻ്റെ ഉത്തമമായ സ്വഭാവം കൊണ്ട്, തൻ്റെ മഹിതമേറിയ പെരുമാറ്റം കൊണ്ട് ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് അസ്ഹാബി കന്നുജൂം എന്ന് പറയുന്ന ഉത്തമമായ പദവിയിലേക്ക് ഉയർത്തിയവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബായ തങ്ങൾ ഈ സ്വഹാബത്തിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? എൻ്റെ സ്വഹാബത്ത് നക്ഷത്ര തുല്യരാണ്. ഫബി അയ്യിഹി മുഖ്തദൈതും ഇഹ്തദൈതും, അവരിൽ ആരെ പിന്തുടർന്നാലും നിങ്ങൾ രക്ഷപ്പെട്ടു എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അപ്പോൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ
അക്ഷരം പ്രതി ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് സ്വഹാബത്ത്. അറിയുമോ നിങ്ങൾക്ക് മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ സുന്നത്തുകളെ താബിയാക്കിയവരെന്നുള്ള സ്ഥാനം കിട്ടിയവരാണ് മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് സിയറു അലാമിൻ നുബലായിൽ ഹാഫിദു ദഹബി രേഖപ്പെടുത്തുന്ന ഹദീസിൽ കാണാം, മഹാനായ മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു? നടപ്പിലും ഇരിപ്പിലും ചലനത്തിലും പെരുമാറ്റത്തിലുമെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തിയെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ച മഹാനാണ് മഹാനായ മുത്തബിഉസ്സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ സ്വഹാബത്തിന്റെ കൂടെ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. ഒരു സ്ഥലത്തെത്തുന്ന സമയത്ത് അവിടെ നിന്നതാ ഒട്ടകത്തിന്റെ പുറത്തിങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് കാണുമ്പോൾ സ്വഹാബത്ത് ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ കാണിക്കുന്നത്? മഹാനവറുകൾ പറയുന്ന മറുപടി എന്താണെന്ന് എനിക്കറിയില്ല. ഹാക്കദാ ഫഅല റസൂലുള്ളാഹ്, എൻ്റെ ഹബീബായ തങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞു. വാഹനം ഇങ്ങനെ മുന്നോട്ട് പോകുന്ന നേരം ഒരു സ്ഥലത്ത് വാഹനത്തെ വട്ടം കറക്കുകയാണ്. സ്വഹാബ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? അപ്പോഴും പറയുന്ന മറുപടി ഹാക്കദാ ഫഅല റസൂലുള്ളാഹ്, എന്താണെന്നറിയില്ല, ഹബീബ് അങ്ങനെ ചെയ്തിട്ടുണ്ട്. അല്പസമയം കഴിഞ്ഞു. ഒരു സ്ഥലത്ത് പ്രത്യേകമായി നിസ്കരിക്കുകയാണ്. സ്വഹാബ ചോദിക്കുകയാണ്, ഇവിടെ എന്താ ഒരു പ്രത്യേക നിസ്കാരം? അപ്പോഴും പറയുന്ന മറുപടി ഹാക്കദാ ഫഅല റസൂലുള്ളാഹ്. നിങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്തിനാണ് ചെയ്തതെന്ന് പോലും നോക്കാതെ ആ ജീവിതം അതേപടി മുന്നോട്ട് കൊണ്ടുവന്ന് ജീവിച്ചത് കൊണ്ട് സ്വഹാബത്ത് ലോകത്തെ ഏറ്റവും വലിയ ഉന്നതന്മാരായി മാറി. ലോകമറിയപ്പെട്ട ഏറ്റവും വലിയ ഔലിയാഇന്റെ നേതാക്കളായി മാറി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, സ്വഹാബത്തിന് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ താബീങ്ങളുടെയും ഇമാമീങ്ങളുടെയും ജീവിതം അങ്ങനെയാണ്. അഹ്മദ് ബിൻ ഹംബലി ശൈബാനി തങ്ങൾക്ക് കിട്ടിയ സ്ഥാനപ്പേരെന്താണ്? അതാ ഇമാമു അഹ്ലി സുന്ന എന്നല്ലേ. മുത്തുനബിയുടെ ചര്യയെ ജീവിതത്തിൽ അക്ഷരം പ്രതി ഉപയോഗിച്ചത് കൊണ്ടാണ് ഇമാമുൽ ആദം അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ലോകത്തെ മദ്ഹബിന്റെ ഇമാമീങ്ങളെ ഏറ്റവും പ്രമുഖനാകാനുള്ള കാരണം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്ദരമായ ജീവിതം തൻ്റെ ജീവിതത്തിലൂടെ വരച്ച് കാണിച്ചത് കൊണ്ടാണ്. നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാമുന ശാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, എൻ്റെ ജീവിതത്തിൽ വിഷമിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്ന മുഴുവൻ രാത്രികളിലും ഹബീബായ തങ്ങളെ ഞാൻ കാണാറുണ്ട്. അവിടെ നിന്ന് എന്നോട് പറയുമായിരുന്നു, അല്ലയോ ശാഫിഈ, നിന്റെ ജീവിതത്തിലെ എല്ലാ വേദനകളിലും പ്രയാസങ്ങളിലും പരിഹാരമായി കൂടെ ഞാൻ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഈ റബീഉൽ ആഖിർ എന്ന് പറയുന്ന മാസം മഹാനായ ഔലിയാക്കളുടെ നേതാവായ ശൈഖ് ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ നമ്മൾ സ്മരിക്കുന്ന മാസമല്ലേ. ജീവിതത്തിൽ ഇത്രയേറെ ഉന്നതമായ സ്ഥാനത്ത് വിരാജിക്കാൻ ഭാഗ്യം കിട്ടിയ ശൈഖ് ജീലാനി തങ്ങളോട് പലപ്പോഴായി ശിഷ്യന്മാർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്, ഉസ്താദിന് എങ്ങനെയാണ് ഇത്രയും ഉന്നതമായ സ്ഥാനം ലഭിച്ചത്? മഹാനവറുകൾ അതിന് പറഞ്ഞ മറുപടി എന്താണ്? ലികുല്ലി വലിൻ ലഹു ഖദമും വ ഇന്നി അലാ ഖദമിൻ നബി ബദരിൽ കമാലി. എല്ലാ വലികളും ഓരോ നബി വാശി, ഞാൻ എൻ്റെ സിബാവ കാൽവാശി എന്നോവർ. മുഹ്യിദ്ദീൻ മാലയിൽ നമ്മൾ പാടുന്ന വരിയല്ലേ അത്? എന്താണ് ഈ വരിയിൽ പറഞ്ഞത്? എൻ്റെ നേതാവായ എൻ്റെ ഉപ്പാപ്പയായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ ജീവിതത്തിലേക്ക് അക്ഷരം പ്രതി ഞാൻ കൊണ്ടുവന്നത് കൊണ്ടാണ് ഇത്രയും ഉന്നതമായ സ്ഥാനം എനിക്ക് കിട്ടാൻ കാരണമെന്ന്
മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ എന്ന് പറയുന്ന ഒരു സ്നേഹലോകത്തെ അങ്ങനെയാണ് സ്വഹാബ കണ്ടത്. എത്രയെത്ര പ്രണയത്തിന്റെ അനുരാഗത്തിന്റെ കഥകൾ നമുക്ക് പറയാനുണ്ട്. നിങ്ങളെ ഞാൻ വിളിക്കട്ടെ, ഇലാ മദീനത്തി റസൂലില്ലാ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹലോകമാകുന്ന മദീന മലർവാടിയുടെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമല്ലേ ഉഹദ് യുദ്ധം നടന്ന ഉഹദ് രണാങ്കണം എന്ന് പറയുന്നത്. ഇന്നും നമ്മൾ ഉഹദിൽ ചെന്നാൽ എത്രയെത്ര അനുരാഗത്തിന്റെ പ്രണയത്തിന്റെ കഥ ഉഹദിന് നമ്മളോട് പറയാനുണ്ട്. സ്വഹാബ ശരീരം കൊടുക്കുകയാണ് തങ്ങൾക്ക് വേണ്ടി. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്തുകൾ ജീവിതത്തിൽ അനുധാവനം ചെയ്യലാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഖിദ്മത്തെങ്കിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചേർന്ന് നിന്ന് ജീവിതം സമർപ്പിച്ച സ്വഹാബ റളിയല്ലാഹു അൻഹു, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ മുസ്അബ് റളിയല്ലാഹു അൻഹു തങ്ങൾ കൊല്ലപ്പെടുകയാണ്. അതാ റസൂലുള്ളാഹി തങ്ങളുടെ അതേ പ്രകൃതവും അതേ രൂപഭാവവുമുള്ള ആളായിരുന്നു മുസ്അബ് തങ്ങൾ. കൊന്ന മനുഷ്യൻ വിളിച്ച് പറയുകയാണ്, കുത്തില മുഹമ്മദ്, മുഹമ്മദ് കൊല്ലപ്പെട്ടു പോയി എന്ന് വിളിച്ച് പറഞ്ഞതും ഉഹദിന്റെ രണാങ്കണത്തിൽ തീക്കാറ്റ് പോലെ ആ വാർത്ത പരന്നു. സ്വഹാബ നാല് ഭാഗവും ചിതറിയോടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണല്ലോ വാർത്ത കേൾക്കുന്നത്. പ്രിയമുള്ളവരെ, യഥാർത്ഥത്തിൽ കൊല്ലപ്പെട്ടതാരാണ്? മഹാനായ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു ആണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഹബീബായ തങ്ങൾ കൊല്ലപ്പെട്ടു എന്ന് കേട്ടയുടനെ സ്വഹാബത്ത് നാല് ഭാഗത്തേക്കും ചിതറി മാറി. ആ നേരം ഉഹദിന്റെ രണാങ്കണത്തിൽ ഒറ്റപ്പെട്ടതുപോലെ ഒരു ഭാഗത്തെത്തിയ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ആ മുത്ത് നബി ഇങ്ങനെ നിൽക്കുന്നത് കാണുകയാണ്. ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹു ഓടി വന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിലേക്ക് അങ്ങ് ചാടുന്ന നേരം ഹബീബായ തങ്ങളുടെ ശരീരത്തിലേക്ക് ഒരു ശത്രു തൊടുത്തു വിട്ട അമ്പ് മഹാനായ ഖതാദത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിലേക്ക് വന്ന് തറക്കുകയാണ്. മഅദല്ലാഹ്, കണ്ണിലേക്ക് വന്ന് അമ്പ് തറച്ചതും ആ അമ്പും പിടിച്ചോടി വരുന്നു ഇലാ ജനാബി റസൂലില്ലാഹ്. സ്വഹാബത്തിനെല്ലാം മുത്തുനബിയായിരുന്നു. എല്ലാ വിഷമങ്ങൾക്കും തങ്ങളായിരുന്നു. എല്ലാ പ്രയാസങ്ങളുടെയും പരിഹാരം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു. മുഅ്മിനീങ്ങളെ, ഖതാദ തങ്ങളാ കണ്ണും പിടിച്ച് വന്നിട്ട് പറയാണ്, നബിയേ, അവിടുത്തെ ശരീരത്തിലേക്ക് അമ്പ് വരുന്നത് കണ്ട സമയം തങ്ങളെ മേലിൽ അമ്പേൽക്കരുതെന്ന് കരുതി ചാടിയപ്പോ അത് ഖതാദയുടെ കണ്ണിൽ വന്ന് തറച്ചു. നബിയേ, ഹബീബായ തങ്ങൾ ഖതാദത്ത് ബിൻ നുഅ്മാനോട് എന്നോട് സഹായം ചോദിക്കാൻ പാടില്ല എന്നല്ല പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖതാദത്ത് ബിൻ നുഅ്മാൻ തങ്ങളെ കണ്ണിൽ നിന്ന് അമ്പ് വലിച്ചൂരിയിട്ട് കൃഷ്ണമണി ഉൾപ്പെടെ തള്ളി നിൽക്കുന്ന കണ്ണുമായി നിൽക്കുന്ന ഖതാദയെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുകയാണ്. അല്ലാ ഇന്ന ഖതാദത ഖദ് ഔജഹ നബിയക ബിവജ്ഹിഹി ഫജഅൽ ഐനഹു അഹദ്ദഹുമാ നളറാ. ഖതാദ നിന്റെ പ്രവാചകനെ കണ്ണുകൊണ്ട് കാത്തവനാണ്, അതുകൊണ്ട് ഖതാദയുടെ കണ്ണിന് നീ ശക്തി നൽകണമെന്ന് ഹബീബായ തങ്ങൾ ദുആ ചെയ്യുന്നു. മുഅ്മിനീങ്ങളെ, മുത്തുനബിയുടെ ശറഫാക്കപ്പെട്ട കൈ കൊണ്ടങ്ങ് തടവിയതും ഖതാദയുടെ കണ്ണ് സുഖപ്പെട്ടു എന്ന് മാത്രമല്ല, ഹയാത്തു സ്വഹാബയിലും അതുപോലെ തന്നെ അൽ-ഇസ്വാബയിലുമെല്ലാം രേഖപ്പെടുത്തിയത് കാണാം. പിൽക്കാലത്ത് മറ്റേ കണ്ണിന് ചെങ്കണ്ണ് ബാധിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തടവിയ കണ്ണിന് ഒരു വേദനയും ഉണ്ടാകാറില്ല, കാഴ്ചക്കൊരു മങ്ങലും ഏൽക്കാറില്ല എന്ന് മഹാനവറുകൾ പറയുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു നോട്ടം കൊണ്ട്, ഹബീബായ തങ്ങളെ ഒരു തലോടൽ കൊണ്ട് എത്ര മനുഷ്യരാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്, സന്മാർഗത്തിന്റെ വെളിച്ചം പൂകിയത്. ഇന്നിവിടുന്ന് സയ്യിദ് അവറുകൾ നമ്മളോട് പറഞ്ഞില്ലേ ഒരു സംഭവം. ഇങ്ങനെ എത്ര സ്വഹാബത്തിന്റെ അനുഭവങ്ങൾ പറയാനുണ്ട്. അറിയുമോ നിങ്ങൾക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഅദ്ദിനായി നമ്മളെല്ലാവരും അറിയപ്പെട്ട സ്വഹാബിയാണ് ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു. മദീന പള്ളിയിൽ നിന്ന് സുന്ദരമായ ബാങ്ക് വിളിക്കുന്ന മഹാനാണ് സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു.
മുഅ്മിനീങ്ങളെ, എന്നാൽ കൂടുതൽ ആളുകൾക്ക് പരിചയമില്ലാത്ത ഒരു മുഅദ്ദിനുണ്ട് മുത്തുനബിക്ക്. അതാരാണ്? മഹാനായ അബൂ മഹ്ദൂറത്തുൽ ജുമഹി റളിയല്ലാഹു അൻഹു ആണ്. മുത്തുനബിയും സ്വഹാബത്തും ഒരു യുദ്ധം കഴിഞ്ഞ് മടങ്ങി മരുഭൂമിയിൽ ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി ബാങ്ക് വിളിക്കുന്ന നേരം അപ്പുറത്തുകൂടി വരുന്ന ഒരു സംഘത്തിൽപ്പെട്ട ഒരാൾ ബാങ്കിനെ കളിയാക്കുകയാണ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ആ ബാങ്കിനെ കളിയാക്കിയത്? ഉടനെ അബൂ മഹദൂറയെ കൊണ്ടുവരപ്പെട്ടു. തങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ബാങ്ക് വിളിക്കാൻ അറിയുമോ? ആ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് ബാങ്ക് വിളിക്കാൻ അറിയില്ല. ഹബീബായ തങ്ങൾ ബാങ്കിന്റെ ഓരോ വരികളും കൃത്യമായി അബൂ മഹദൂറക്ക് ചൊല്ലിക്കൊടുക്കുന്നു. ആ ബാങ്കിന്റെ വരികൾ അബൂ മഹദൂറത്തുൽ ജുമഹി ഏറ്റു പറയുകയാണ്. ബാങ്ക് വിളിച്ചു കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ തല മുതൽ അടിവയറ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളങ്ങ് തടവിയതും അബൂ മഹദൂറത്തുൽ ജുമഹി എന്ന് പറയുന്ന മനുഷ്യൻ പറയുകയാണ്, അല്ലയോ പ്രവാചകരെ, ഈ ഒരു തലോടൽ ഏൽക്കുന്നതിൻ്റെ മുമ്പ് ഈ ഭൂമി ലോകത്ത് എനിക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ളത് നിങ്ങളോടായിരുന്നു. പക്ഷേ നിങ്ങൾ എൻ്റെ ശരീരത്തിലൂടെ അങ്ങ് തടകിയത് മുതൽ അഹബ്ബുൽ ഖൽഖി ഇലയ്യ റസൂലുള്ളാഹ്, എന്നിലേക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായി നിങ്ങൾ മാറി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സയ്യിദുനാ അബൂ മഹദൂറത്തുൽ ജുമഹി റളിയല്ലാഹു അൻഹു പറയുകയാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ തങ്ങൾ ഉടനെ പറയുന്നത്, അബൂ മഹദൂറത്തെ, നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നില്ലേ? ഇന്ന് മുതൽ നിങ്ങൾ പരിശുദ്ധമായ മക്കയിലെ ലോകത്തെ ഏറ്റവും വലിയ പള്ളിയായ വിശ്വാസിയുടെ ഹൃദയത്തിൻ്റെ ഏറ്റവും വലിയ കേന്ദ്രമായ പരിശുദ്ധ കഅബത്തുൽ മുശറഫ സ്ഥിതി ചെയ്യുന്ന നമ്മുടെ ഒന്നാമത്തെ ഹറമാകുന്ന മക്കത്തെ പള്ളിയില്ലേ, മസ്ജിദുൽ ഹറാമിൽ, ആ മസ്ജിദുൽ ഹറാമിൽ നിങ്ങൾ ബാങ്ക് വിളിക്കണമെന്ന് മുത്തുനബി പറയുകയാണ്. അബൂ മഹദൂറത്തുൽ ജുമഹി തങ്ങൾ 55 വർഷം മക്കത്തെ പള്ളിയിൽ ബാങ്ക് വിളിച്ച മഹാനാണ്. അറിയോ നിങ്ങൾക്ക്? സ്വഹാബത്ത് മുത്തുനബി തടകിയതും തലോടിയതുമെല്ലാം ബഹുമാനമായി കണ്ടു. അബൂ മഹദൂറത്തുൽ ജുമഹിയുടെ തലയുടെ മൂർധാവിൻ്റെ ഭാഗത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവച്ചത്. അൽ-ഇസ്വാബയിൽ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. പിന്നീട് ആ സ്വഹാബി തങ്ങളുടെ കൈതട്ടിയ ഭാഗത്തുള്ള മുറി മുറിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കിയേ നിങ്ങൾ. അതിനുശേഷം 60ഓളം വർഷം ജീവിച്ച മഹാനല്ലേ, ഒരു ദിവസം പോലും തങ്ങളുടെ കൈതട്ടിയ ഭാഗത്തുള്ള മുടി അബൂ മഹദൂറത്തുൽ ജുമഹി തങ്ങൾ മുറിച്ചിട്ടില്ല. ഒരു മനുഷ്യൻ ഹജ്ജ് ഉംറ ചെയ്യുന്ന സമയത്ത് അവൻ്റെ മുടി കളയൽ സുന്നത്തല്ലേ? ഏറ്റവും കൂടുതൽ അഫ്ദൽ മുടി കളയുന്നതിനല്ലേ? ആ ഹജ്ജിലും ഉംറയിലും പോലും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈവച്ച ഭാഗത്തുള്ള മുടി അബൂ മഹദൂറത്ത് തങ്ങൾ കളയാറില്ല. അവിടുന്ന് വഫാത്താകുന്ന സമയം തൻ്റെ മക്കളോട് നടത്തിയ വസിയത്ത് അവിടുത്തെ മകൻ പറയുന്നുണ്ട്. വാപ്പ ഞങ്ങളോട് ചെയ്ത വസിയത്ത് എന്താണ്? എന്നെ നിങ്ങൾ എൻ്റെ ജനാസ ഖബറിലേക്ക് വെക്കുന്ന സമയം, കഫൻ ചെയ്യുന്ന സമയം, നിങ്ങൾ എൻ്റെ ഈ നീണ്ടു കിടക്കുന്ന മുടി മുറിക്കാൻ പാടില്ല. അബൂ മഹദൂറത്തുൽ ജുമഹി തങ്ങളൊന്ന് തലകുനിച്ചാൽ ആ മുടി ഭൂമിയിൽ തട്ടുമായിരുന്നത്രേ. അത്രയേറെ നീളത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൈതട്ടിയ മുടി മുറിക്കാതെ കാത്തു സൂക്ഷിച്ച് തൻ്റെ ഖബറിലേക്ക് സഹായമാകുമെന്ന് പ്രതീക്ഷിച്ച് ഖബറിലേക്ക് വേണ്ടി മാറ്റിവെച്ച സ്വഹാബാ. മുഅ്മിനീങ്ങളെ, ആ സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ ദീൻ പഠിക്കുന്നത്. ആ സ്വഹാബത്തിൽ നിന്നാണ് നമ്മൾ സ്നേഹം പഠിക്കുന്നത്. ഞാൻ എൻ്റെ സംസാരം അവസാനത്തിലേക്ക് കൊണ്ടുവരികയാണ്. വിശ്വാസികളെ, നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള അദമ്യമായ പ്രണയം നമ്മൾ പറയുന്നുണ്ട്. നിങ്ങൾക്കറിയുമോ, ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സ്വഹാബിമാരിൽപ്പെട്ട മഹാനല്ലേ ആ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങൾ. ഉഹദിന്റെ രണാങ്കണത്തിൽ മുത്തുനബി ഒറ്റപ്പെട്ട സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ ഒരു പരിചയായി നിൽക്കുകയാണ്. അതാ ശരീരത്തിലേക്ക് വെട്ടുവന്ന് പതിക്കുന്ന സമയം അവിടുന്ന് വിളിച്ചു പറയുന്നുണ്ട്, ലഹരി ദൂന ലഹരിക യാ റസൂലല്ലാഹ്. നബിയെ, തങ്ങളെ പുറത്തേക്ക് വരുന്ന വെട്ടാണ് ഞാൻ ഈ ഏറ്റുവാങ്ങിയത്. അല്പസമയം കഴിഞ്ഞ് പിരടിയിൽ വന്ന് വെട്ടുപതിക്കുന്ന സമയം അവിടുന്ന് വിളിച്ചു പറയുന്നു, ഒനുകീ
ദൂന ഉനുഖിക യാ റസൂലല്ലാഹ്. നബിയെ, തങ്ങളുടെ ശരീരത്തിൽ പതിക്കേണ്ട വെട്ടാണ് ഞാൻ ഏറ്റുവാങ്ങിയത്. ഇങ്ങനെ തൻ്റെ മുമ്പിലുള്ള ശത്രുക്കളെ മുഴുവൻ തുരത്തിയതിന് ശേഷം ഹബീബായ തങ്ങളെ ഇങ്ങനെ തോളിലേക്കിട്ട് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങൾ കൊണ്ടുപോകുന്ന ഒരു രംഗമുണ്ട്. വിശ്വാസികളെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഹബീബായ തങ്ങളോടുള്ള പ്രണയം അവരുടെ ഹൃദയത്തിൻ്റെ വെളിച്ചമായപ്പോൾ ശരീരത്തിൽ വെട്ടുകുടുങ്ങുന്നത് സ്വഹാബത്ത് മറന്നുപോയി. ആ ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ തങ്ങൾ ഉഹദ് രണാങ്കണത്തിൽ നിന്ന് ഏകദേശം ഒരു 3/4 കിലോമീറ്റർ അകലെ ഉഹദ് മലയുടെ ചെരുവിൽ ഒരു ഗുഹയുണ്ട്. ഇന്ന് പോയാൽ നമുക്കവിടെ സന്ദർശിക്കാൻ പറ്റും. വലിയ സുഗന്ധമുള്ള ഗുഹയാണത്. ആ ഗുഹയിൽ നബി തങ്ങളെ കൊണ്ടുപോയി വെക്കുന്നത് ആടി 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 തങ്ങളെ ആ ഗുഹയിൽ കൊണ്ടുചെന്നിരുത്തി മുത്തുനബിയിലേക്ക് അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമയും ചൊല്ലി അവിടെ വീണുകൊണ്ട് ഷഹീദാവുകയാണ്. തങ്ങൾ പൊട്ടിക്കരഞ്ഞിട്ട് വിളിച്ചത് എന്താണെന്നറിയോ? ഷഹീദുൻ യംശി ഫിൽ അർള്, ഭൂമിയിലൂടെ നടക്കുന്ന ഷഹീദെന്ന്. ഇത്രയേറെ ശരീരം നബി തങ്ങൾക്ക് വേണ്ടി കൊടുത്തതാണ്. സ്വഹാബത്ത് ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ പുണ്യമെന്ന് പറയുന്നത് അവർക്കെല്ലാം ഹബീബായിരുന്നു. അവരുടെ രാത്രിയും പകലും ഹബീബായിരുന്നു. ജീവിതം മുഴുവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്നുള്ള ചിന്തയായിരുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മുടെ ഖൽബിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് നമുക്ക് പ്രണയമുണ്ടോ, നമുക്ക് സ്നേഹമുണ്ടോ എന്നറിയാനുള്ള ചില അടയാളങ്ങളുണ്ട്. ഈ അടയാളങ്ങൾ അങ്ങ് മനസ്സിലാക്കിയാൽ നമ്മൾ റസൂലുള്ളാഹിനെ എത്ര മഹബത്ത് വെക്കുന്നുണ്ട് എന്ന് നമുക്കറിയാൻ സാധിക്കും. ആശിക്കീങ്ങളെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ ഹബീബിനോട് പ്രണയമുണ്ടോ എന്നറിയാനുള്ള ഒന്നാമത്തെ അടയാളം, ലോകത്തറിയപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ശമാഇൽ എഴുതിയ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും പ്രമുഖമായ ഗ്രന്ഥമല്ലേ ഖാദി ഇയാദ് തങ്ങളുടെ കിതാബു ശിഫ എന്ന് പറയുന്ന ഗ്രന്ഥം. ആ കിതാബു ശിഫയിൽ മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുകയാണ്, മിൻ അലാമാതി മഹബ്ബത്തിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു വിശ്വാസിയുടെ കൽബിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്നേഹമുണ്ടോ എന്നറിയാനുള്ള അടയാളങ്ങളിൽ ഒന്നാമത്തെ അടയാളം കസറത്തു ദിക്രിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ കുറിച്ച് ധാരാളം പറയുക, അവിടുത്തെ ഒരുപാട് പാടുക, അവിടുത്തെ വായിക്കുക, അവിടുത്തെ വർണ്ണിക്കുക എന്നുള്ളത് കൽബിൽ തങ്ങളോട് പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. രണ്ടാമതായി മഹാനവറുകൾ പരിചയപ്പെടുത്തുന്ന അടയാളം ഏതാണ്? അതാ മഹബ്ബത്തു അശീറത്തിഹി, ഹബീബായ തങ്ങളുടെ രക്തം സിരയിലൂടെ ഓടുന്ന തങ്ങന്മാർ അഹ്ലു ബൈത്ത് ഈ ഭൂമിയിലുണ്ട്. അവരോട് കൽബിൽ നമുക്കുള്ള പ്രണയമാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ പള്ളി ഇന്ന് തുറന്നു തന്ന ഒരു സയ്യിദാണ്. നമ്മുടെ പള്ളിയിൽ സ്ഥിരമായി ഖതീബായി നിൽക്കുന്നത് ഒരു സയ്യിദാണ്. അത് ഈ നാടിനെ സംബന്ധിച്ച് അല്ലാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്തോഷമാണ്. അഹ്ലു ബൈത്തിനോട് നിന്റെ കൽബിൽ പ്രണയമുണ്ടോ എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. മൂന്നാമതായി മഹാനായ ഖാദി ഇയാദ് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറയുന്നത് മുതാബഅത്തു സുന്നത്തി റസൂലില്ലാഹ്, ഹബീബായ തങ്ങളുടെ ചര്യകളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനുധാവനം ചെയ്യലാണ്. ഈ റസൂലുള്ളാഹിന്റെ ചര്യ നമ്മളെ ജീവിതത്തിൽ അനുധാവനം ചെയ്യാന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഭവമായിട്ടുള്ള സംഗതി ഒന്നുമല്ല. വളരെ സിമ്പിളായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എത്ര സുന്നത്തുകൾ ചെയ്യാൻ കഴിയും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പുരുഷൻ അവൻക്ക് ഒരു വെള്ളി മോതിരം വാങ്ങണമെങ്കിൽ ഒരു 1000 രൂപ കൊടുത്താൽ മതി. ഒരു വെള്ളി മോതിരം വാങ്ങി അവൻ്റെ കയ്യിൽ ധരിച്ചാൽ മരിക്കുന്നത് വരെ മുടങ്ങാതെ കിട്ടുന്ന സുന്നത്ത്. ആലോചിച്ചു നോക്കൂ മുഅ്മിനീങ്ങളെ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച എളുപ്പമുള്ള എത്ര സുന്നത്തുകളുണ്ട്. നമ്മളിപ്പോൾ രാവിലെ ഇങ്ങോട്ട് എഴുന്നേറ്റു. ആ എഴുന്നേക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനി ബഅദമാ മാതനി വഇലൈഹിൻ നുശൂർ ഒരു സുന്നത്തായി. ബാത്റൂമിൽ കയറുന്ന സമയത്ത് അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബൂതി വൽ ഖബായിസ് രണ്ടാമത്തെ സുന്നത്തായി. ചെരുപ്പ് ധരിച്ചു മൂന്നാമത്തെ സുന്നത്തായി. തലമറച്ചു നാലാമത്തെ സുന്നത്തായി. ബാത്റൂമിൽ നമ്മൾ മൂത്രമൊഴിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന സമയം ഉഫ്രാനക്കൽ അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി അഞ്ചാമത്തെ സുന്നത്തായി. അത് കഴിഞ്ഞ് അല്ലാഹുമ്മ ത്വഹിർ ഖൽബി മിനൻ നിഫാഖി വഹസിൻ ഫർജി മിനൽ ഫവാഹിഷ് എന്ന് പറയും. നേരം വെളുത്ത് മൂത്രമൊഴിച്ച് ഇറങ്ങിയപ്പോൾ 6 സുന്നത്തായി.
ഇങ്ങനെ എത്ര സുന്നത്തുകൾ നമുക്ക് അനുധാവനം ചെയ്യാൻ കഴിയും. സുന്നത്തുകളെ നിന്റെ ജീവിതത്തിൽ തുടരെ നീ അനുധാവനം ചെയ്യുക എന്നുള്ളത് ഹബീബായ തങ്ങളോടൊരു വിശ്വാസിയുടെ കൽബിൽ പ്രണയമുണ്ട് എന്നതിൻ്റെ അടയാളമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചില്ലയോ? ഹബീബായ തങ്ങൾ പറയുന്നു, മൻ തമസ്സക ബി സുന്നതി ഇൻദ ഫസാദി ഉമ്മതി. ലോകം മുഴുവൻ തിന്മയിലേക്ക്, അധാർമികതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ആരാണ് എൻ്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നത്? ആ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവനെ ഫലഹു അജ്റു മിഅത്തി ഷഹീദ്, അവന് 100 രക്തസാക്ഷിയുടെ പ്രതിഫലമുണ്ട് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രക്തസാക്ഷിക്ക് നൽകപ്പെടുന്ന പ്രതിഫലമാണ് സുന്നത്തുകൾ. ഈ മോശമായ കെട്ടകാലത്ത് സുന്നത്തുകൾ ഹയാത്താക്കുന്ന മനുഷ്യന് നൽകപ്പെടുന്നത് എന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, 4ാമതായി പറഞ്ഞ കാര്യം എന്താണ്? നമ്മുടെ നാടുകളിൽ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, നമ്മുടെ വീടുകളിൽ മുടങ്ങാതെ നമ്മൾ ചെയ്യേണ്ടത് കഥറത്തു സ്വലാത്തി അലാ റസൂലില്ലാഹ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മേലിൽ നമ്മൾ ചൊല്ലുന്ന സ്വലാത്തുകളാണ്. സ്വലാത്ത് എന്ന് പറയുന്നത് വളരെ മഹത്വമുള്ള അമലാണെന്ന് ഞാൻ പറയേണ്ടതില്ല. നിങ്ങൾക്കറിയുമോ, ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾക്ക് ദുർറുൽ മൻദൂദ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. മഹാനായ യൂസുഫുൻ നബ്ഹാനി തങ്ങൾക്ക് സആദത്തുദ് ദാറൈൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. ഈ ഗ്രന്ഥങ്ങളെല്ലാം എഴുതപ്പെട്ടത് എന്തിനാണ്? സ്വലാത്തിന്റെ മഹത്വത്തെ പറയാൻ വേണ്ടിയാണ്. ഈ 2 ഗ്രന്ഥങ്ങളിലും രേഖപ്പെടുത്തിയ ഒരു ഹദീസുണ്ട്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുമ്പിൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, നബിയേ, എൻ്റെ ജീവിതത്തിൻ്റെ 2/3 ഭാഗവും ഞാൻ അവിടുത്തെ സുന്നത്ത്, അവിടുത്തെ സ്വലാത്തിന് വേണ്ടി മാറ്റിവെക്കുകയാണ്. തങ്ങൾ പറയുന്നു, ഉബയ്യേ, ഫഇൻ സിത്ത ഫഹുവ ഖൈറുൽ ലക, അധികരിപ്പിച്ചാൽ നിനക്കതാണ് ഖൈർ. ആ സമയത്ത് മഹാനവറുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എൻ്റെ ഈ ജീവിതം മുഴുവൻ അവിടുത്തെ സുന്നത്തുകൾക്ക് വേണ്ടി ഞാൻ, അവിടുത്തെ മേലിൽ സ്വലാത്ത് ചൊല്ലാൻ വേണ്ടി ഞാൻ മാറ്റിവെക്കുകയാണ്. ആ സമയം ഹബീബായ തങ്ങൾ പറഞ്ഞ മറുപടി എന്താണ്? ഇദൻ യക്ഫിയക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. നിന്റെ ദുനിയാവിലെയും ആഖിറത്തിലെയും എല്ലാ വേദനകൾക്കും പ്രയാസങ്ങൾക്കും ഇപ്പം നീ പറഞ്ഞ വാക്കില്ലയോ, ജീവിതം മുഴുവൻ സ്വലാത്ത് ചൊല്ലുമെന്ന്, അത് നിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇമാം മറാഖിശി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ അവിടുത്തെ മിസ്ബാഹുൽ വലാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം. അമ്മസ്വലാത്തു അലൻ നബി ഫസീറത്തുൻ മർദിയത്തുൻ തുമഹാ ബിഹൽ ആസാമോ വബിഹാ യനാലുൽ മർഉ ഇസ്സ ശഫാഅതി യുബ്നാ ബിഹൽ ഇഅ്സാസു വൽ ഇക്റാമു. ജനങ്ങളെ, സ്വലാത്ത് ചൊല്ലുക എന്നുള്ളത് നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളറിയാതെ പൊറുക്കപ്പെടാനുള്ള മാർഗമാണ്. അള്ളാഹുവിൻ്റെ തൃപ്തി പിടിച്ചു പറ്റാനുള്ള മാർഗമാണ്. ഭൂമി ലോകത്തും ആഖിറത്തിലും നിങ്ങൾക്ക് സ്ഥാനങ്ങൾ ഉയരപ്പെടാനുള്ള മാർഗമാണ്. നിങ്ങളെ മനസ്സിലുള്ള ആഗ്രഹങ്ങളില്ലേ, മോഹങ്ങളില്ലേ, അതെല്ലാം പൂർത്തിയായി വിടാനുള്ള മാർഗമാണ്. നിങ്ങളുടെ മനോതലങ്ങളിൽ ആരോടും പറയാതെ നിങ്ങൾ കൊണ്ട് നടക്കുന്ന സങ്കടങ്ങളില്ലേ, ആ സങ്കടങ്ങളെല്ലാം മായ്ക്കപ്പെടാൻ, അതിന് ഫർജ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം കുല്ലി സ്വലാത്തി അലൻ നബി മുലാസിമാ ഫസ്വലാത്തുഹു ലനാ ജുന്നത്തും വസലാമൂ. ജീവിതം മുഴുവൻ നിങ്ങൾ സ്വലാത്ത് ചൊല്ലുന്ന രാത്രികളാണെങ്കിൽ ആ മനുഷ്യൻ ഈമാൻ കിട്ടാതെ മരിച്ചു പോവുകയില്ല. ഹുസ്നുൽ ഖാത്തിമത്തിന്റെ ഏറ്റവും വലിയ അടയാളമായി
മഹാന്മാരെല്ലാം നമ്മെ പഠിപ്പിച്ചത് എന്താണ്? ജീവിതത്തിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കാനാണ്. മഹാനായ ഇമാം അബുൽ ഹസൻ ശാദുലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞില്ലേ, സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തെങ്കിലും ഒരു സേവനം ചെയ്യാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ്. മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി തങ്ങൾ എന്തെങ്കിലും ഒരു ഖിദ്മത്ത് എനിക്ക് റസൂലുള്ളാഹിക്ക് ചെയ്യണം, പക്ഷേ തങ്ങളുടെ ചെരുപ്പെടുത്ത് കൊടുക്കാൻ ഇബ്നു മസ്ഊദ് തങ്ങളുണ്ട്, തങ്ങൾക്ക് വിരിപ്പ് വിരിച്ചു കൊടുക്കാൻ അനസ് ഇബ്നു മാലിക് തങ്ങളുണ്ട്, തങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും കൊടുക്കാൻ സ്വഹാബത്തുണ്ട്. എനിക്കെന്താണ് ഒരു സേവനം റസൂലുള്ളാഹിക്ക് ചെയ്യാനുള്ളത് എന്ന് കരുതി മദീന പള്ളിയിൽ പാതിരാത്രിയായിട്ടും ആലോചിച്ചിരിക്കുന്ന സയ്യിദുനാ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു വലിയ ബുദ്ധിയുള്ള സ്വഹാബിയാണ്. മഹാനവറുകളുടെ മനസ്സിൽ ഒരു ആശയം ഉദിച്ചു. തഹജ്ജുദ് നിസ്കരിക്കാൻ വേണ്ടി മുത്തുനബി വരാനിരിക്കുന്നുണ്ട്. ആ സമയത്ത് തങ്ങൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളം കൊടുക്കാം. മുഅ്മിനീങ്ങളെ, മദീനയുടെ കാലാവസ്ഥ എന്ന് പറയുന്നത് തണുപ്പുള്ള സമയത്ത് മരം കോച്ചുന്ന തണുപ്പാണ്. മദീനയുടെ കാലാവസ്ഥ അങ്ങനെയാണ്. ആ മദീനയിൽ മരം കോച്ചുന്ന തണുപ്പുള്ള രാത്രിയിൽ റസൂലുള്ളാഹി തങ്ങൾക്ക് വുളൂ ചെയ്യാനുള്ള വെള്ളവും പിടിച്ച് അതാ വിറച്ചുകൊണ്ട് നിൽക്കുന്ന മഹാനായ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി തങ്ങളെ കണ്ട നേരം ഖൽബിൽ നിന്ന് വേദനയോടെ തങ്ങൾ ചോദിക്കുകയാണ്, സല്ലിയാ റബീഅത്തെ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചോദിച്ചോ. ഈ സമയം റബീഅത്ത് തങ്ങൾ പറയാണ്, നബിയെ എനിക്കൊന്ന് ആലോചിക്കാൻ സമയം തരി, ഞാൻ ഇപ്പം ചോദിക്കാം. റബീഅത്ത് തങ്ങൾ ബുദ്ധിയുള്ള സ്വഹാബിയാണ് എന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല. ഹബീബായ തങ്ങൾ എന്തും ചോദിക്കാൻ അവസരം കൊടുത്ത ആ റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി തങ്ങളെന്ന ഹൃദയം തൊട്ട ആശിഖ് ആ പാതിരാത്രിയിൽ മുത്തുനബിയോട് ചോദിച്ച ചോദ്യം, ഇന്നീ അസ്അലുക മുറാഫഖതക ഫിൽ ജന്നതി യാ റസൂലല്ലാഹ്. നബിയേ, എനിക്ക് ദുനിയാവിലെ ഒരു സുഖവും വേണ്ട, എനിക്ക് വേണ്ടത് നാളെ സുഖലോക സ്വർഗത്തിൽ ഹബീബിനോട് ചേർന്നിരിക്കണം. തങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. റബീഅത്തെ, വല്ലാത്ത ചോദ്യമാണല്ലോ നീ ചോദിച്ചത്. റബീഅത്ത് തങ്ങൾ പറയാണ്, നബിയെ, എനിക്ക് ആ കാര്യമാണ് നടന്നു കിട്ടേണ്ടത്. ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഹബീബായ തങ്ങൾ സമ്മതം കൊടുത്തു. നാളെ സുഖലോക സ്വർഗത്തിൽ മുത്തുനബിയോട് ചേർന്നിരിക്കാൻ മുഅ്മിനീങ്ങളെ, റസൂലുള്ളാഹിന്റെ മദീനയിലെത്താൻ നമ്മിൽ പലർക്കും സാധിച്ചില്ലല്ലോ. ആ ഹബീബായ തങ്ങളുടെ മദീന മലർവാടിയുടെ ഉമ്മറത്ത് തങ്ങൾക്ക് സേവനം ചെയ്ത് സ്വർഗം വാങ്ങിയ സ്വഹാബത്ത്, അവരെ പോലെ തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞില്ല. ആലോചിച്ച് നോക്കണം നമ്മൾ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് സമർപ്പിക്കാനുള്ള ഏറ്റവും വലിയ സേവനം എന്താണ് എന്ന് ഇമാം അബുൽ ഹസൻ ശാദുലി തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്, മുഅ്മിനീങ്ങളെ, നിങ്ങളുടെ നാവുകൾ സ്വലാത്ത് കൊണ്ട് ധന്യമാകട്ടെ, നിങ്ങളുടെ രാത്രികളെ ഇഷ്ക് പാടുന്ന രാത്രികളാകട്ടെ, നിങ്ങളുടെ പാതിരാവുകൾ മുത്തുനബിയെ വായിക്കുന്ന രാത്രികളാകട്ടെ. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലിൽ ഒരു മനുഷ്യൻ സ്വലാത്ത് ചൊല്ലിയാൽ അവന് നൽകപ്പെടുന്ന പുണ്യം ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മൻ അഹബ്ബല്ലാഹ തആല, ഒരു മനുഷ്യൻ അല്ലാഹുവിനെ സ്നേഹിച്ചാൽ അവൻ ചെയ്യുന്ന പണി എന്താണ്? അക്സറ ദിക്റഹു, ഒരുപാട് ദിക്ർ അവൻ ജീവിതത്തിൽ പതിവാക്കും. എന്നിട്ട് പറയാണ് വസമറതുഹു, അങ്ങനെ ഒരു മനുഷ്യൻ ദിക്ർ ചൊല്ലാൻ തുടങ്ങിയാൽ കിട്ടുന്ന ഗുണം എന്താണ്? അയ്യദുകുറഹു ബിറഹ്മതിഹി, അല്ലാഹു അവന്റെ കാരുണ്യം കൊണ്ട് ആ മനുഷ്യനെ അനുഗ്രഹിക്കുന്നതാണ്. അയ്യദുകുറഹുല്ലാഹു ബിറഹ്മതിഹി വഗുഫ്റാനിഹി വയുദ്ഖിലുൽ ജന്നത മഅ അംബിയാഇഹി, ആ മനുഷ്യൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ റഹ്മത്ത് കൊണ്ട് പൊതിയും. മാത്രമല്ല അവന്റെ പാപങ്ങൾ പുറത്തു കൊടുക്കും, അവനെ സുഖലോക സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും, അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും കൂടെ. ഇതെല്ലാം
ഇതെല്ലാം ദിക്ർ ചൊല്ലുന്ന മനുഷ്യന് നൽകപ്പെടുന്ന മഹത്വമാണ്. ശേഷം മഹാനായ ഹബീബായ തങ്ങളെക്കുറിച്ച് ആയിഷ ഉമ്മർ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദി അവറുകൾ പറയാണ്, വമൻ അഹബ്ബൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരു മനുഷ്യൻ അവൻ്റെ ജീവിതത്തിൽ മുത്തായ തങ്ങളെ പ്രണയിച്ച് അവിടുത്തെ മേലിൽ ഇഷ്ടം വെച്ചാൽ അവൻ ചെയ്യുന്ന പണി എന്താണ്? അവൻ ജീവിതത്തിൽ സ്വലാത്ത് അധികരിപ്പിക്കുന്നതാണ്. അങ്ങനെ സ്വലാത്ത് അധികരിപ്പിച്ചാൽ നൽകപ്പെടുന്ന നന്മ എന്താണ്? അൽ വുസൂലു ഇലാ ശഫാഅ, ഹബീബായ തങ്ങളെ ശഫാഅത്ത് അവന് നൽകപ്പെടും. മാത്രമല്ല വസ്വഹബതിഹി ഫിൽ ജന്ന, നാളെ സ്വർഗത്തിൽ മുത്തായ തങ്ങളുടെ അരികോരത്തിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സ്വലാത്ത് ചൊല്ലലാണ്. വിശ്വാസികളെ, ആരാരും സഹായിക്കാനില്ലാത്ത ലോകമാണ് മഹ്ശറ, ആരാരും കൈപിടിക്കാനില്ലാത്ത ലോകമാണ് മഹ്ശറ. നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ, പരിശുദ്ധമായ ഖുർആൻ ആ മഹ്ശറയിലെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതെന്താണ്? ഇന്ന് 30 ദശലക്ഷം പ്രകാശവർഷം അകലെയാണ് സൂര്യനുള്ളത്. ആ സൂര്യൻ്റെ ശക്തിയേറിയ താപത്തെ ഈ ഭൂമിയിൽ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു ചാണകല സൂര്യൻ ഉദിക്കുമെന്ന് കളവ് പറയാത്ത നുബുവത്തിൻ്റെ നാവ് കൊണ്ട് പറഞ്ഞ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ആഖിറത്തിലെ ഒരു ദിവസം എങ്ങനെയാണ്? ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തിൻ മിമ്മാ തഉദ്ദൂൻ. ആഖിറത്തിലെ ഒരു ദിവസം എന്ന് പറയുന്നത് ഭൂമിയിലെ 50,000 കൊല്ലത്തെ ദൈർഘ്യമുണ്ടാകുമെന്ന് പരിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. നേരം വെളുത്താൽ പ്രഭാതമായാൽ പ്രദോഷമാകാത്ത ആ മഹ്ശറയിൽ നമുക്ക് തണല് വിരിക്കാനുള്ളത് ഹബീബായ തങ്ങളാണ്. മുഅ്മിനീങ്ങളെ, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് നാളെ ആഖിറത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി തങ്ങളെ നമ്മളെങ്ങനെ കണ്ടുമുട്ടും? ലക്ഷക്കണക്കിന് സ്വഹാബത്ത് മുത്തുനബിയെ പൊതിഞ്ഞിരിപ്പുണ്ട്. അവരുടെ പിറകിൽ ലക്ഷക്കണക്കിന് ആശികീങ്ങളുണ്ട്, ഹൃദയം കൊടുത്ത ഇമാമീങ്ങളുണ്ട്, ഹൃദയം തുറന്ന് നിഷ്കൈദിയ മാദിഹീങ്ങളുണ്ട്. അവരെല്ലാം റസൂലുള്ളാഹിനെ ഇങ്ങനെ പൊതിഞ്ഞു നിൽക്കുന്ന നേരം ആ മഹ്ശറയിൽ ഹബീബായ തങ്ങളെ കണ്ടുമുട്ടാനുള്ള ഒരേ ഒരു മാർഗമാണുള്ളത്. ആ മാർഗമാണ് ഔലന്നാസിബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാഹ്. നാളെ മഹ്ശറയിൽ എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന ആളുകൾ എൻ്റെ മേലിൽ സ്വലാത്ത് ചൊല്ലിയവരാണ്, സ്വലാത്ത് വർദ്ധിപ്പിച്ചവരാണ് എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, മുഅ്മിനീങ്ങളെ, കടന്നു വരുന്ന രാത്രികൾ സ്വലാത്തിലുള്ള രാത്രിയാകട്ടെ, ഹബീബായ തങ്ങളെ മദ്ഹ് പറയുന്ന രാത്രിയാകട്ടെ, മുത്തുനബിയുടെ ഇഷ്ക് പറയുന്ന രാത്രിയാകട്ടെ, ആ ഒരു പ്രണയത്തിലൂടെ നമ്മൾ ജീവിച്ച് മരിക്കുമ്പോൾ നമ്മുടെ മരണം എങ്ങനെയായിരിക്കും? ആ മരണസമയത്ത് നമ്മിലേക്ക് ചേർത്ത് വെക്കാൻ വേണ്ടി കടന്നു വരും ലോകത്തിൻ്റെ മുഴുവൻ അനുഗ്രഹമായ റഹ്മത്തുല്ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കാൻ കഴിഞ്ഞാൽ അതിലേറെ വലിയ സൗഭാഗ്യം എന്താണ് ഒരു ആശിഖിനുള്ളത്? അതിലേറെ വലിയ അനുരാഗം എന്താണ് ഒരു ആശിഖിനുള്ളത്? മുഅ്മിനീങ്ങളെ, നിങ്ങൾ മദീന കണ്ടിട്ടില്ലേ? ആ മദീനയിലേക്ക് ചേരാനുള്ള ഏറ്റവും നല്ല മാധ്യമം റസൂലുള്ളാഹി തങ്ങളെ മഹബത്ത് വെച്ച് അവിടുത്തെ സുന്നത്തുകൾ ഇത്തിബാ ചെയ്ത് സ്വലാത്തിലും മദ്ഹിലും ബുർദയിലുമായുള്ള രാത്രികളാണോ? മദീനയിലേക്ക് നിങ്ങളുടെ വഴികൾ എളുപ്പമാകും. അൽഹംദുലില്ലാഹ്, പല മദീന യാത്രയിലും നമ്മോടുകൂടെ സംബന്ധിച്ച ഒരുപാട് ആശിഖീങ്ങൾ അവരുടെ അനുഭവങ്ങൾ പറഞ്ഞിട്ട് എത്രയെത്ര ഉമ്മമാർ മദീന കാണാൻ വേണ്ടി ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരു ഉമ്മറത്തേക്ക് ആ സ്വലാത്ത് കാത്തുവെച്ച ആശിഖീങ്ങൾ എത്രയാണ്. മുഅ്മിനീങ്ങളെ, മദീന എന്ന് പറയുന്ന സ്നേഹലോകം അത് വല്ലാത്ത അരുനാഗത്തിന്റെ ഭൂമിയാണ്. ആ മദീനയിലെ മണ്ണും ആ മദീനയിലെ കാറ്റും ആ മദീനയിലെ വെയിലും ആ മദീനയിലെ ചെടികളും ആ മദീനയിലെ പൊടികളും ആ മദീനയിലെ മണ്ണുകളും മദീനയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും
വസ്തുക്കൾക്കും അചേതന വസ്തുക്കൾക്കും നമ്മോട് പ്രണയം പറയാനുണ്ട്, നമ്മോട് അനുരാഗം പറയാനുണ്ട്. ആ മദീന മലർവാടിയിൽ ചെന്നെത്തുന്ന ഒരു ആശിഖിന്റെ ഖൽബ് റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കാകുന്ന മദീന എന്ന് പറയുന്നത് ചുറ്റുഭാഗത്തും മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ്. എവിടെ നിന്ന് വന്നാലും മദീനയിലേക്ക് ഇറങ്ങേണ്ടി വരും. ആ റസൂലുള്ളാഹി തങ്ങളുടെ മുബാറക്കാകുന്ന ഹറമിലേക്ക് നമ്മൾ മക്കയിൽ നിന്ന് യാത്ര പോകുമ്പോൾ അധികം യാത്രയിലും പാതിരാത്രിയല്ലേ മദീനയിലെത്തുക. മദീനയിലേക്ക് നമ്മുടെ വാഹനം അങ്ങ് കയറുന്ന സമയം നമ്മളെല്ലാവരും പാടും, ആരംഭ പൂവായ മുത്ത് നബിയോടെ ത്വയ്ബയിൽ വന്നേത്തി, ഞങ്ങൾക്ക് സന്തോഷം വന്നേത്തി. ഈ ഇഷ്കിന്റെ വരികൾ ഇങ്ങനെ പാടുന്ന നേരം ആശിഖുർ റസൂൽ എന്ന് പറയുന്ന വലിയ ഒരു സ്നേഹലോകം മദീനയിലേക്ക് ചേർന്ന നിമിഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉമ്മറത്ത് വെച്ച് പാടിയ വരിയാണത്. ആ അനുരാഗത്തിന്റെ വരികൾ പാടുമ്പോൾ ആശിഖീങ്ങളുടെ കണ്ണ് നനയുന്ന കാഴ്ചകൾ നിരവധി തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് റസൂലുള്ളാഹി തങ്ങളുടെ മദീന അണയാതെയുള്ള ഒരു മരണം എത്ര വലിയ നിർഭാഗ്യമായ മരണമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നാളെ സ്വർഗത്തിൽ കടക്കാം, പക്ഷേ സ്വർഗത്തിൽ മദീനയില്ല. മദീനയാകുന്ന സ്നേഹലോകത്തെ ഭൂമിയിൽ വെച്ച് അനുഭവിക്കാൻ കഴിയണം. അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആ ഹബീബായ തങ്ങളെ മദീനയോടുള്ള ഒരു പ്രണയമാണ് മുഅ്മിനീങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇതുവരെ പറഞ്ഞത്. സ്നേഹലോകമാകുന്ന മദീനയിലേക്ക് ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖായ ഉവൈസുൽ ഖർനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ യമനിൽ നിന്ന് യാത്ര പുറപ്പെട്ടു. തൻ്റെ ഉമ്മയുടെ വാക്കംഗീകരിച്ച് ഉമ്മ പറഞ്ഞ സമയമാകുമ്പോഴേക്ക് തിരിച്ചെത്താൻ വേണ്ടി മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാതെ മദീനയിൽ നിന്ന് മടങ്ങിയ ആശിഖാണ് സയ്യിദുനാ ഉവൈസ് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ആ ഉവൈസുൽ ഖർനി തങ്ങൾ മദീനയിലേക്ക് വരുന്ന നേരം മുഅ്മിനീങ്ങളെ റസൂലുള്ളാഹിന്റെ മദീനയിൽ നിന്ന് പുറത്തേക്കൊരു നായ വരികയാണ്. ആ നായ എന്ന് പറഞ്ഞാൽ ഒരു മുഅല്ലദായ നജസല്ലേ. മുഅല്ലദായ നജസാകുന്ന നായയുടെ കാല് പിടിച്ച് ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ ചുംബിച്ചുകൊണ്ട് കരയുന്നത് കാണുമ്പോൾ കൂടെ കൂടി നിൽക്കുന്ന ജനങ്ങൾ ചോദിക്കുന്നുണ്ട്, മനുഷ്യ അതൊരു നായയല്ലേ? നജസായ മുഅല്ലദായ നജസായ ഒരു ജീവിയല്ലേ? അതിൻ്റെ കാലാണോ നിങ്ങൾ പിടിച്ച് ചുംബിക്കുന്നത് എന്ന് പറയുമ്പോൾ ഹൃദയം മുഴുവൻ ഇഷ്ക് കൊണ്ട് നിറഞ്ഞ ആശിക്ക് വിളിച്ചു പറഞ്ഞത് എന്താ? റസൂലുള്ളാഹി തങ്ങൾ ഉമ്മ വെച്ചുറങ്ങുന്ന മദീനയിൽ കാലുകുത്താൻ ഭാഗ്യം കിട്ടിയ നായയല്ലേ? ഇങ്ങനെയായിരുന്നു സ്വഹാബത്തിന്റെ പ്രണയം. അന്ധമായ അനുകരണം തങ്ങളിലേക്ക് ചേർത്ത് വെച്ചു. മുഅ്മിനീങ്ങളെ നമ്മൾ നിസ്കരിക്കുന്നുണ്ട്, നോമ്പ് നോൽക്കുന്നുണ്ട്, സ്വീകരിക്കപ്പെടുമോ എന്ന് നമുക്കാർക്കും പറയാൻ കഴിയില്ല. സ്വീകരിക്കപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ഒരു അർജാ അമൽ എന്ന് പറയുന്നത് മഹബ്ബത്തു റസൂലില്ലാ, ഹബീബായ തങ്ങളോടുള്ള പ്രണയമാണ്. ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ എല്ലാ ആഴ്ചയിലും കറൻ എന്ന് പറയുന്ന പട്ടണത്തിൽ ചന്ത നടക്കും. പല നാട്ടിൽ നിന്നും ജനങ്ങൾ സാധനവുമായി വരും. ആ സമയത്ത് ആ ചന്തയിലേക്കൊരു മനുഷ്യൻ വരുന്നുണ്ട്. സാധനം വാങ്ങാനല്ല വരുന്നത്. ആ മനുഷ്യൻ ചോദിക്കുന്നത്, മദീനക്കാരുണ്ടോ? ഈ കച്ചവട സംഘത്തിൽ മദീനക്കാരുണ്ടോ? ആ സമയത്ത് മദീനക്കാര് പറയും, അനമിനൽ മദീന, ഞാൻ മദീനയിൽ നിന്നാണ് വരുന്നത്. ഇതങ്ങ് പറയുന്ന നേരം ഉവൈസ് ഇബ്നു ആമിർ തങ്ങൾ ഓടി ചെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദീനയിൽ നിന്ന് വരുന്ന മനുഷ്യൻ്റെ നെറ്റിയിൽ ചുംബനം കൊടുക്കുകയാണ്. മുഅ്മിനീങ്ങളെ അങ്ങനെ ഹബീബായ തങ്ങളോട് ചേർത്ത് വെച്ച അനുരാഗത്തിലൂടെ ജീവിച്ച് വഫാത്താകുന്ന നേരം ഇക്രിമ റളിയല്ലാഹു അൻഹു തങ്ങൾ ലോകത്തോട് വിട പറയുകയാണ്. സ്വഹാബത്തെല്ലാം ഓടിച്ചെന്നു. എവിടെ വെച്ചാണ്? യുദ്ധരണാങ്കണത്തിൽ വെച്ചാണ് മരിക്കുന്നത്, ഷഹീദാകുന്നത്. സ്വഹാബ ഓടിച്ചെന്ന് കൊണ്ട് ചോദിക്കുകയാണ്, ഈ കിരിമത്തെ
നിങ്ങൾ വഫാത്താകാൻ പോവുകയല്ലേ? നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുടുംബങ്ങളോട് എന്താണ് നിങ്ങൾക്കൊരു വസിയത്ത് പറയാനുള്ളത്? മഹാനായ ഇക്രിമത്ത് റളിയല്ലാഹു അൻഹു അതാ ശബ്ദം ഇങ്ങനെ പതുങ്ങി 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 വഫാത്തിലേക്ക് സക്കറാത്തിൽ കിടക്കുന്ന നേരം ഇക്രിമ റളിയല്ലാഹു അൻഹു പറയുന്ന മറുപടി, സ്വഹാബാ, എനിക്കെൻ്റെ ഭാര്യയോട് വസിയത്തില്ല, എനിക്കെൻ്റെ ഉമ്മയോട് വസിയത്തില്ല, എനിക്കെൻ്റെ മക്കളോട് വസിയത്തില്ല, എനിക്കാകെ സ്വഹാബത്താകുന്ന നിങ്ങളോടാണ് വസിയത്തുള്ളത്. നിങ്ങൾ തങ്ങളെ പിരിയാൻ പാടില്ല. അതാ ഇതേ അനുഭവം തന്നെയല്ലേ റബീഅത്ത് മഹാനായ സ്വഹാബി വര്യൻ സഅദ് ഇബ്നു റബീഅ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന സമയത്തും സ്വഹാബത്തിനോട് പറഞ്ഞത്, സ്വഹാബത്തെ, എനിക്കൊരു വസിയത്തുമില്ല, നിങ്ങളോടൊരു വസിയത്താണ് എനിക്കുള്ളത്. നിങ്ങൾ റസൂലുള്ളാഹിനെ പിരിയാൻ പാടില്ല. ഫീകും ശഫറും തത്രിഫ്, നിങ്ങളെ രണ്ട് കൺപോളകളുടെ ചലനം അവസാനിക്കുന്നത് വരെ, നിങ്ങൾ മരിക്കുന്നത് വരെ നിങ്ങൾ റസൂലുള്ളാഹിനെ പിരിയരുതെന്ന് പറഞ്ഞ് ഷഹാദത്ത് കലിമയും ചൊല്ലി ലോകത്തോട് വിട പറയുന്ന സ്വഹാബത്ത് ഇക്രിമ റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന നേരം പറയാണ്, സ്വഹാബത്തെ, ഞാനിങ്ങനെ റസൂലുള്ളാഹിനെ കാണുന്നു, മുത്തുനബി എന്നെ ഇങ്ങനെ മാടി വിളിക്കുന്നുണ്ട്, എന്നിലേക്ക് വരി, എന്നിലേക്ക് വരി എന്ന് പറഞ്ഞ്. ഇത് കേൾക്കുന്ന സ്വഹാബത്തിൻ്റെ കണ്ണ് നിറഞ്ഞു പോയി. സ്വഹാബത്ത് തിരിച്ച് ഇക്രിമത്തിനോട് പറഞ്ഞ വാക്ക്, ഇക്രിമത്തേ, നിങ്ങൾ വഫാത്താകാൻ പോവുകയല്ലേ? നിങ്ങൾ വഫാത്തായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുന്ന നേരം ഞങ്ങളുടെ ഒരു സലാം പറയണേ. സ്വഹാബത്തിൻ്റെ സലാമും ഏറ്റെടുത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി ഇക്രിമ റളിയല്ലാഹു അൻഹു വഫാത്താവുകയാണ്. മുഅ്മിനീങ്ങളെ, കുറഞ്ഞ കാലത്തെ ജീവിതമാണ് അല്ലാഹു നമുക്ക് തന്നത്. നാം ആരും ഇത്ര വർഷം ജീവിക്കുമെന്ന് നമുക്കാർക്കും പറയാൻ പറ്റില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എത്രയെത്ര ചെറുപ്പക്കാർ മരിച്ചുപോയി, മാരകമായ രോഗങ്ങൾ ബാധിച്ച് മരിച്ചുപോയി. ഈ പ്രപഞ്ചത്തിൽ എനിക്കും നിങ്ങൾക്കും അവകാശമായി നൽകപ്പെടുന്നത്, നമ്മുടെ മാദിഹീങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ്, അപ്പോഴേക്ക് ഇൻഷാ അല്ലാഹ് ഇവിടെ ബുർദയുടെ സദസ്സ് ഒരുങ്ങും. നമ്മളെല്ലാവരും ആ സ്നേഹത്തിൻ്റെ മജ്ലിസിൽ പങ്കെടുത്ത് ഹബീബിലേക്ക് കൽബ് ചേർത്ത് വെച്ച്, കൽബിൽ നിറയെ മദീന നിറച്ച്, അനുരാഗത്തിൻ്റെ മദീനയെ ഓർത്തുകൊണ്ട് നിങ്ങൾ ബുർദ ചൊല്ലുക. നമുക്കൊക്കെ ആ പുണ്യഭൂമിയിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. തങ്ങളെ മുവാജഹത്തിൽ ചെന്ന് സലാം പറയാൻ നോക്കിയാൽ കൂരി കിട്ടുന്ന 3 കാര്യമുള്ളത്. ഒന്നാമത്തത് ഖിബ്ലയാണ്, പരിശുദ്ധമായ കഅബത്തുൽ മുശറഫയാണ്. രണ്ടാമത്തത് മാതാപിതാക്കളുടെ മുഖമാണ്. മൂന്നാമത്തത് പരിശുദ്ധ ഖുർആനാണ്. എന്നാൽ ഇതിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് ഇബ്നു ഹജറുൽ ഹൈതമി തങ്ങൾ പറഞ്ഞു, അന്നദറു ഇലാ റൗളത്തിൽ മുഅത്തറ ഇബാദത്തുൻ കന്നദരി ഇലാ കഅബത്തിൽ മുശറഫ. റസൂലുള്ളാഹി തങ്ങളുടെ പച്ചക്കുബ്ബയിലേക്ക് നോക്കിയിരിക്കുക എന്ന് പറയുന്നത് ഇബാദത്താണ്, റൗളയിലേക്ക് നോക്കുന്നത് പോലെ എന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുബാറക്കാകുന്ന മദീനയിലെ പച്ചക്കുബ്ബയെ കുറിച്ച് ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാൻ സാധിക്കും. അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞ ഹദീസ്, ഈ പ്രപഞ്ചത്തിൽ നമുക്ക് നൽകപ്പെടുന്ന അവകാശം 3 കാര്യമാണ്. പറയാൻ പോകുന്ന കാര്യം ഒന്നാമതായി പറഞ്ഞ എന്താണ്? ബൈത്തുൻ യസ്കുനുഹു, മഴയും വെയിലും കൊള്ളാതെ താമസിക്കാനുള്ള ഒരു ചെറ്റക്കുടിൽ. രണ്ടാമതായി പറഞ്ഞത് സൗബുൻ യുവാരി ഔറത്തഹു, നിങ്ങളുടെ ഔറത്ത് മറക്കാൻ ആവശ്യമായ വസ്ത്രം. മൂന്നാമതായി പറഞ്ഞത് ജിൽഫുൽ ഖുബ്സി വൽ മാ, ഒരു ഉണക്ക റൊട്ടിയും ആ റൊട്ടി മുക്കിക്കഴിക്കാനുള്ള വെള്ളവും. ഇതിലപ്പുറത്തുള്ളതൊന്നും നമ്മുടേതല്ല, അതിനപ്പുറത്തുള്ളതെല്ലാം അല്ലാഹു നൽകിയ നിഅമത്തുകളാണ്. ആ നിഅമത്തുകൾക്ക് മുഴുവൻ മറുപടി പറയാതെ വെച്ച കാല് മാറ്റിവെക്കാൻ നമുക്ക് സാധിക്കുകയില്ലെന്ന് സയ്യിദുനാ
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ ആ ഹബീബായ തങ്ങളോടുള്ള പ്രണയം കൽബിൽ നിറച്ച് ഇഷ്കിലായി മദ്ഹിലായി സ്വലാത്തിലായുള്ള രാത്രികൾ നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ. ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. അള്ളാഹു നമ്മളെയൊക്കെ സ്വീകരിക്കുമാറാകട്ടെ. വന്യരായ സയ്യിദ് അവറുകൾ ഇവിടെ എത്തി. ഇനി ഇത് മദ്ഹിൻ്റെ സദസ്സാണ്. നമ്മുടെ ഈ സദസ്സിൽ എ.പി. ഉസ്താദിൻ്റെ ജീവചരിത്രം എഴുതിയ വിശ്വാസകോശം നൽകപ്പെടുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർക്കൊക്കെ അത് കൈപ്പറ്റാവുന്നതാണ്. അതൊക്കെ വായിച്ച് നമ്മുടെ ജീവിതം ചിട്ടപ്പെടുത്താനും മറ്റുമൊക്കെ നമുക്കതൊക്കെ ഉപകരിക്കും. അങ്ങനെ മഹബത്തിലായി ഇഷ്കിലായി സ്നേഹത്തിലായുള്ള രാത്രികളായി നമ്മുടെ ജീവിതം അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. ഈ സദസ്സിൽ പങ്കെടുത്ത മുഴുവൻ മുഅ്മിൻ മുഅ്മിനാത്തുകൾക്കും പരിശുദ്ധ മക്കയിലും മദീനയിലും ചെന്ന് ഹജ്ജ് ഉംറകൾ സിയാറത്തുകൾ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ